ദേവദാസൻ മോൺസിനോർ ലോറൻസ് പുളിയനത്തിന്റെ 64-ാം ചരമവാർഷികം ഭക്തി നിർഭരമായി കൊണ്ടാടി. തുടർന്ന് ലോറൻസ് പുളിയനത്തച്ഛന്റെ ഭവനത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണത്തിൽ ഇടക്കൊച്ചിയിൽ നിന്നും മുണ്ടംവേലിയിൽ നിന്നുമുള്ള ഒട്ടനവധി വിശ്വാസികൾ പങ്കുചേർന്നു. കൊച്ചി MLA KJ മാക്സി അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൊച്ചി രൂപതയുടെ പ്രഥമ ദേവദാസൻ മോൺസിനോർ ലോറൻസ് പുളിയനത്തിന്റെ 64-ാം ചരമവാർഷിക അനുസ്മരണവും ദീപശിഖ പ്രയാണത്തിന്റെ ഉദ്ഘാടനവും മുണ്ടംവേലിയിലുള്ള അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തിൽ വെച്ചാണ് നടത്തിയത്. അനുസ്മരണ യോഗം പുളിയനത്ത് ഫാമിലി വെൽഫെയർ പ്രസിഡന്റ് ജോസഫ് മരിയാന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പുളിയനത്ത് ഫാമിലി ജനറൽ കൺവീനർ ജോസഫ് മാർട്ടിൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ മുണ്ടംവേലി സെന്റ് ലൂയിസ് ഇടവക വികാരി റവറന്റ് ഫാദർ ജോസി കണ്ടനാട്ടുതറ, കൊച്ചി MLA KJ മാക്സി, സെന്റ് ലോറൻസ് ഇടവക വികാരി റവറന്റ് ഡോക്ടർ മരിയാൻ അറക്കൽ, KRLCC ജോയിന്റ് സെക്രട്ടറി റവറന്റ് ഫാദർ ജിജു അറക്കത്തറ, വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, ഇടക്കൊച്ചി സെന്റ് ലോറൻസ് പള്ളി വാർഷിക സമിതി ചെയർമാൻ റവറന്റ് ഫാദർ അരുൺ മാത്യു തൈപ്പറമ്പിൽ, 22-ാം ഡിവിഷൻ മുൻ കൗൺസിലർ KJ പ്രകാശൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് സെന്റ് ലൂയിസ് ചർച്ചിൽ നമ്മുടെ ഇടവകയിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും പ്രാഥമിക വിദ്യാഭ്യാസം സെന്റ് ലൂയിസ് സ്കൂളിൽ തുടങ്ങുകയും കൃഷ്ണപള്ളിയിൽ ഹൈസ്കൂൾ പഠനം. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവവും എളിമയും സാമർഥ്യവും എല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തെ ശ്രീലങ്കൻ സെമിനാരിയിൽ, ഇപ്പോഴത്തെ ശ്രീലങ്ക അന്നത്തെ കാൻഡി സെമിനാരിയിലേക്ക് അദ്ദേഹത്തെ പഠനം സ്വീകരിക്കുവാനായിട്ട് അയക്കുവാനും ഉണ്ടായത്. ദേവദാസനായ മോൺസിനോർ ലോറൻസ് പുളിയനത്തിന്റെ 2010 ഡിസംബർ 10-ാം തീയതിയാണ് നമ്മുടെ നാട്ടുകാരനും മുണ്ടംവേലിക്കാരനും അന്നത്തെ ഇടക്കൊച്ചി സെന്റ് ലോറൻസ് പള്ളിയുടെ വികാരിയുമായിരുന്ന റവറന്റ് ഫാദർ ജേക്കബ് കയ്യാല അദ്ദേഹത്തിന്റെ രീതി ഈ നാമകരണ പരിപാടിക്കുള്ള പോസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നു. ലോറൻസ് പുളിയനത്തച്ഛൻ്റെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള എല്ലാ പ്രാർത്ഥനയുമാണ് നമ്മുടെ ഇടവകയിലും അതുപോലെ തന്നെ നമ്മുടെ രൂപതയിലും ഈ രണ്ട് ഇടവകയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും ഈ ദിവസം വളരെ ഭക്തി ആഘോഷപൂർവ്വം കൊണ്ടാടിപ്പോരുകയാണ്. അനന്ത വിഹായസിലേക്ക് പറന്നുയരാൻ, ഉയർന്നു പൊങ്ങുവാനായിട്ട് ഇന്നും ആ ചൈതന്യത്തോടുകൂടെ നമ്മുടെ ഓർമ്മയിലും നമ്മുടെ ഈ പരിസരത്തുമൊക്കെ ചൈതന്യം പകർന്നു നിൽക്കുന്ന ഈ വിശുദ്ധന്റെ ആത്മാവിന്റെ ഈ ദൈവദാസന്റെ ഓർമ്മ ഇവിടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ അനുസ്മരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വലിയ മാതൃക, ആ ചൈതന്യം, ആ വിശ്വാസം, അത് നമ്മളെ എല്ലാവരെയും ഉത്തരവാദിത്വത്തിലേക്കും നയിക്കുകയാണ്. ദേവദാസൻ ലോറൻസ് പുളിയനത്ത് കേട്ടിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ പിന്നീട് ഗൗരവത്തിൽ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അദ്ദേഹം ചെയ്ത മഹിതമായ പ്രൗഢമായ സേവനങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതും അതോർത്ത് ഒരു വൈദികൻ എന്ന രീതിയിൽ അഭിമാനം കൊള്ളുന്നതും. പല കാര്യങ്ങളുണ്ടെങ്കിലും രണ്ട് വിശേഷണങ്ങൾ: പാവങ്ങളുടെ അപ്പോസ്തലൻ, മറ്റൊന്ന് ഏകോദര സാഹോദര്യത്തിന്റെ മതനിരപേക്ഷതയുടെ ഒക്കെ ഒരു പ്രതീകമായി നിലകൊണ്ട വ്യക്തി. പുളിയനത്ത് ഫാമിലി വെൽഫെയർ സെക്രട്ടറി ജോസഫ് ലോറൻസ് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് ലോറൻസ് പുളിയനത്തച്ഛന്റെ ഭവനത്തിൽ നിന്നാരംഭിച്ച ദീപശിഖ പ്രയാണം മുണ്ടംവേലി സെന്റ് ലൂയിസ് പള്ളി അങ്കണത്തിലേക്ക് ആനയിച്ചു. ഇടക്കൊച്ചിയിൽ നിന്നും മുണ്ടംവേലിയിൽ നിന്നും ഒട്ടനവധി വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കുചേർന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.